എന്താണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്നറിയാൻ നമ്മൾ കൂടുതൽ ഭഗവത്ഗീത പിടിക്കേണ്ട കാര്യമില്ല. എന്താണ് ധൃതരാഷ്ട്രന്റെ ഈ ഒരു ഒറ്റ ചോദ്യം മതി. എന്താ ധൃതരാഷ്ട്രം ചോദിക്കുക? സഞ്ജയ, ധർമ്മഭൂമിയായിട്ടുള്ള ഈ കുരുക്ഷേത്രത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്തു, ആ പാണ്ഡവർ എന്ത് ചെയ്തു? നാണുണ്ടോ ഇങ്ങനെ ഇത് ചോദിക്കാനുള്ളതാണ്? കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം രാജാവാ. ആലോചിക്ക്, രാജാവാ. രാജാവ് എന്ന് പറയുന്ന ആള്, നമ്മളിപ്പോ രാജാവ് എന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? ഭയങ്കരമായിട്ടുള്ള എന്താണ് ഈ ഏകാധിപത്യ റൂൾ എടുക്കുന്ന, അതിനോടോ താൻ ആരാടോ രാജാവാണോ എന്താണ് ചോദിക്കുന്ന ഒരു കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണോ? അങ്ങനല്ല. യഥാർത്ഥത്തിൽ രാജാവ് നൃപൻ എന്ന് പറയുന്ന ആരാണ്? നരന്മാരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നോക്കിക്കണ്ട് ഭരിക്കേണ്ട ആളാണ്. ആ രാജാവിന് സ്വാർത്ഥത ഇല്ലാന്ന. ഇവിടെ ഒരു രാജാവുണ്ട്, എന്താ കണ്ണുകൂട്ടറ, അത് കാണേണ്ടത് കാണാൻ പറ്റാത്തവനാ. എന്റെ രാഷ്ട്രത്തിനെ മുറുകെ പിടിച്ചു വെക്കുന്ന ധൃതരാഷ്ട്ര, എന്റേത് 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 എന്ന് പറയുന്ന ആൾ. അങ്ങനെയുള്ള ഒരാൾ ചോദിക്കുകയാണ്, എന്ത് എന്റെ മക്കൾക്ക് എന്ത് പറ്റി, ആ പാണ്ഡവർക്ക് എന്ത് പറ്റി? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നം എന്താ? ഒരു സംശയം വേണ്ട, എന്റേത് എനിക്കെന്ത് പറ്റി ആലോചിച്ചു. പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പൊ എന്റെ വണ്ടി എടുത്തോണ്ട് ആരെങ്കിലും പോയി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇടിച്ചു കേട്ടോ നിങ്ങളുടെ വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തോണ്ട് പോയ ആളെ പറ്റി ചോദിക്കോ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കോ? ചില ആൾക്കാർ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാനുള്ള ചോദ്യം വരുമെങ്കിലും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ആൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. ചില ആൾക്കാർ ഇയാൾ ഇടിച്ച ആൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. സ്വന്തം വണ്ടി, എന്റെ വണ്ടിയാ, ഓക്കെ, അത് ഞാൻ വേണ്ട കൊടുക്കണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നതാ. അപ്പോഴാണ് വേറൊരു നിവൃത്തിയില്ലാത്ത ഇയാൾ ഒന്ന് ചോദിച്ച് കൊണ്ട് ഇടിപ്പിച്ച് നാശിനി എന്താവോ എന്തോ. അപ്പൊ നമ്മൾ അറിയാതെ ചോദിക്കുക, എന്റെ വണ്ടിക്ക് എന്ത് പറ്റിയത്? അതേ ചോദിക്കത്തുള്ളൂ. ചേട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയ ചേട്ടാ? കാലൊടിഞ്ഞോ കൈ ഒടിഞ്ഞോ, എവിടെയെങ്കിലും കൊണ്ടുപോകണോ, ആരെങ്കിലും നിങ്ങളെ നോക്കാനുണ്ടോ,